മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിനൊരുങ്ങി ഇന്ത്യ സഖ്യം. നോട്ടീസ് ഈ ആഴ്ച തന്നെ നൽകാൻ സാധ്യത. SIR നടപടികളിൽ വ്യാപക ക്രമക്കേടുകൾ ആരോപിച്ചാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ നീക്കം നടക്കുന്നത്. അതിനിടെ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടായി. ദക്ഷിണേശ്വർ കാളി ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി വന്നത്. ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേരുന്നു. ബൽറാം, അപ്പോൾ അവിശ്വാസം പ്രമേയം കൊണ്ടുവരും എന്ന് ഉറപ്പായോ? Good morning, our 24 Army. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് എതിരായ കടുത്ത നീക്കത്തിനാണ് ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായി ചരിത്രത്തിലാദ്യമായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ സഖ്യം. ഈ ആഴ്ച തന്നെ ആ ഒരു പ്രമേയത്തിനായുള്ള നോട്ടീസ് നൽകിയേക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ലോക്സഭാ സ്പീക്കർക്ക് എതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ തൃണമൂൽ കോൺഗ്രസ് ഒപ്പുവച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഇത് വോട്ടിങ്ങിനെത്തുമ്പോൾ പിന്തുണയ്ക്കാമെന്ന് ധാരണയിലെത്തുകയായിരുന്നു. അത് ഇന്ത്യ സഖ്യ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ്. ആ ചർച്ചയിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടി ലക്ഷ്യം വെച്ചൊരു നീക്കം ആവശ്യമാണ് എന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനത്തിന് അനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകാൻ ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നത്. ബീഹാറിലും ബംഗാളിലും ഉൾപ്പെടെ സമീപകാലത്ത് നടന്ന ഈ SIR നടപടികളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുണ്ട് എന്നും BJPക്ക് അനുകൂലമായ തരത്തിലുള്ള തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുമാണ് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടി അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നത്. അതേസമയം ഇന്നും പശ്ചിമ ബംഗാളിൽ സന്ദർശനം നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘത്തിന് എതിരായ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കാളിഘട്ടിലെ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ കരിങ്കൊടി വീശിക്കൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. സമാനമായ പ്രതിഷേധങ്ങളാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.